ഹലോ മുത്തുമണികളെ ഇന്നലെ സോഷ്യൽ മീഡിയയെ രോമാഞ്ചകഞ്ചുക പുളകിത മക്കാക്കിയ ഒരു സംഭവ വികാസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ എന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ അറിഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ആ രണ്ട് ലൈവുകളും മാറി മാറി അവിടെ മംഗല്യം ഇവിടെ തൂങ്ങിച്ചാവൽ, അവിടെ മംഗല്യം ഇവിടെ തൂങ്ങിച്ചാവൽ, അവിടെ മംഗല്യം ഇവിടെ തൂങ്ങിച്ചാവൽ, ഇതിങ്ങനെ ചാടി മങ്കിപ്പെന്നിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ലൈവുകൾ കണ്ട് ബ്ലിങ്കസിയായി ഇതിനെ കുറിച്ച് സംസാരിക്കണ്ട എന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ ഇന്ന് മുതൽ ഒരുപാട് ആളുകൾ ഇതിനെ ഇങ്ങനെ എന്തോ വലിയ സംഭവം നടന്നത് കണക്കിനും പിന്നെ എന്തോ ഭയങ്കര ചങ്കൂറ്റമാണ്, അല്ലെങ്കിൽ ഭയങ്കര എന്തോ വലിയ സംഭവം നടന്ന കണക്കിന് കുറെ അധികം പിന്നെ നിലപാടുള്ള ആളുകൾ തന്നെ അത് പൊക്കിപ്പിടിച്ച് കമന്റുകളും പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റുകളും ഒക്കെ ചെയ്തത് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കാതെ പോവരുത് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് അറിയാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐമർ അതുപോലെ തന്നെ ഐമർ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ, അവരെ യൂട്യൂബ് ചാനലൊന്നും എനിക്കറിയാൻ പാടില്ല, ഇവരെയൊക്കെ എനിക്കറിയാം. അതായത് ഇൻവിസിബിൾ ആർമി, തനൂജ്. ഈ ഇൻവിസിബിൾ ആർമി എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്? ഇൻവിസിബിൾ ആർമി വിസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇൻവിസിബിൾ ആർമി എന്നൊക്കെയാണ് പേര്. എന്റെ പൊന്നു റോസി, നിങ്ങൾക്ക് എന്നാ ഇത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ ഒരു നിലപാടുള്ള ഭയങ്കര കറക്റ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയൊക്കെയാണ് എന്നാണ് ഞാൻ ധരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പലതവണയായിട്ട് നിങ്ങൾ ആ ഒരു ചിന്താഗതി, എൻ്റെ ആ ഒരു ചിന്താഗതി തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. സംഭവം എന്തോന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻവിസിബിൾ ആർമി രൂപീകരിക്കുന്നത്, ഈ ഇൻവിസിബിൾ ആർമിക്ക് മുമ്പ് നിങ്ങൾ വേറൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പരിണത ഫലം എന്ന് പറയുന്നത് അയ്യോ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു പിന്നെ ജിനൂസ് 2.0 എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ നേതൃത്വത്തിൽ നിങ്ങൾ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറയുന്നത് തനൂജ എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ മകളും അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് എതിരെ പിന്നെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും ആ കുട്ടിക്കെതിരെ ഉള്ള പിന്നെ ആരോപണങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും അതിനെ നിയമപരമായി നേരിടാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നടന്ന ചർച്ചയൊക്കെ ഭയങ്കരമാണ്. ആ ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നേ. ഞാൻ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അതിന്റെ സംഭവം എന്തോന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചീത്തവിളിക്കെതിരെ പിന്നെ ശബ്ദിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു പറ്റം സ്ത്രീകൾ ഒന്നിച്ചു ചേർന്നത് എങ്കിൽ, അതുവരെ ഒരാളുടെ ചീത്തവിളി മാത്രം കേട്ടോണ്ടിരുന്ന ഞാൻ ആ ഗ്രൂപ്പിന്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ 10-15 എണ്ണത്തിന്റെ ചീത്തവിളി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയക്കകത്ത് തനൂജ ഒരാളുടെ ചീത്തവിളിയാണ് കേട്ടോണ്ടിരിക്കുന്നത്. ആ ഗ്രൂപ്പിന്റെ അകത്ത് തനൂജ ഒരാൾക്കൂട്ടാക്രമണം നേരിടുന്നത് നേരിട്ട് കണ്ട വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണ് ആ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ലെഫ്റ്റായി പോയത്. ഒരു ന്യായവും അതിലെനിക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അതേ സെയിം കാര്യം തന്നെയാണ് ഇന്നലത്തെ ഐമറിന്റെ നാട്ടിൽ പോയി നിങ്ങൾ കാണിച്ചു കൂട്ടിയ പ്രകടനത്തിന് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത്, അതായത് മനുഷ്യ അവകാശ ലംഘനമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. കണ്ണുമടച്ച് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, മനുഷ്യ അവകാശ ലംഘനമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. അത് ധർണ എന്നൊന്നും അതിനെ പറയാൻ വേണ്ടിയിട്ടൊന്നും പറ്റൂല. അതിനെ ധർണ എന്നല്ല പറയേണ്ടത്. ഐമർ എന്ന് പറയുന്ന പുള്ളിക്കാരി ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ്. ഒരു കാര്യമില്ലാതെ എന്റെ നെഞ്ചത്ത് ഒരു കാലത്ത് കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്തോ ഒരു പിന്നെ മണ്ടത്തരോ പിരിലൂസായി എന്താണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നേരിട്ട് അവരുടെ ലൈവിൽ കയറി നിങ്ങൾ എന്തിനെന്നെ തെറി വിളിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചതായിരുന്നു. സംഭവം വേറൊന്നുമല്ല, ഫിജോ എന്ന് പറയുന്ന പുള്ളിക്കാരി എന്നെ എന്തോ പറഞ്ഞു. ഞാൻ അതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഫിജോയുടെ ലൈവിൽ കയറി രൈമ ചേച്ചി എന്ന് പറഞ്ഞ എന്തോ പറയുന്നു. അത് കഴിഞ്ഞൊരു ലൈവ് തന്നെ ഇവർ ഇട്ടേക്കുന്നു, രായമേ എന്തോ പറഞ്ഞിട്ട്. ഞാൻ ആ അവരുടെ ലൈവിൽ കയറി ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പിരി ലൂസായ എന്തോ ഒരു കേസാണെന്ന് മനസ്സിലായി. ഞാൻ ഇറങ്ങി അങ്ങ് പോയി.
പിന്നെ അതെന്നെ കുറിച്ച് പറയുന്നതെന്ന് ഞാൻ കേട്ടിട്ടുമില്ല. ഈ പറയുന്ന ഐമറിന്റെ പിന്നാലെയാണല്ലോ നിങ്ങള്. അതായത് ഇത്രയും ബുദ്ധിമതികളാണ് എന്ന് പറയുന്ന, ഇത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന നിലപാടുകളുള്ള ഒരു ഗ്യാങ് പോയി ബഹളമുണ്ടാക്കിയത്. എന്റെ മുത്തുമണി, അതിനേക്കാൾ സ്ട്രോങ് ആയ വേറൊരാളെയും നിങ്ങൾ കണ്ടില്ലേ? ഈ പിന്നെ അതുപോലെ തന്നെ ഒരാള് യുദ്ധതന്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ യുദ്ധത്തിനൊരു നീതിയുണ്ട്. ആയുധം താഴെ ഇട്ടവനെ കഴുത്ത് വെട്ടിയിട്ട് ഞാൻ ഭയങ്കര യോദ്ധാവ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആയുധം അവൻ താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ എടുക്കട ആയുധം എന്ന് പറയണം. നീ എടുക്കായുധം, വെട്ട് എന്ന് പറഞ്ഞിട്ട് വേണം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. ആയുധം താഴെ വീണവനെ ആറഞ്ചം പുറഞ്ചം വെട്ടിയിട്ട് ഞങ്ങൾ എന്തോ ഭയങ്കര പ്രവൃത്തി ചെയ്ത് എന്ന് പറയുന്ന നിങ്ങളുടെ നിലപാടിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഐമർ ചീത്തവിളി തുടങ്ങുന്നതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ചീത്തവിളി തുടങ്ങിയ ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. ഐമർ എന്ന് പറയുന്ന പുള്ളിക്കാരി ചീത്തവിളി തുടങ്ങുന്നതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ ഗ്യാങ്ങിൽ പോലുമുണ്ട്. ഈ നിങ്ങൾ തന്നെ എത്ര ലൈവുകളിൽ അവിടെ അതേ കണക്ക്. ഡോക്ടറെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഭയങ്കര സ്ഫുടമായി സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നാണ് നിങ്ങൾ വാദിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴുള്ള ലൈവുകളും ഇന്നലെയുള്ള നിങ്ങളുടെ പ്രകടനവും കണ്ടു കഴിഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ ഈ വടക്കേപ്പുറത്ത് പെണ്ണുങ്ങൾ ഔത്തുകെട്ടി ആടുമെന്ന് പറയും. ചില കോളനി പ്രദേശങ്ങളിൽ പോകുമ്പോൾ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീകളാണ്, അവരത് ചെയ്യും. അഭിമാനത്തിന് വലിയ വിലയൊന്നും കൽപ്പിക്കാത്ത, അവർക്ക് അതിൻ്റെ ഇത് അറിഞ്ഞുകൂടാ. അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴത്തേക്ക് നൈറ്റി അങ്ങോട്ട് വാലിച്ച് ഇടിപ്പിച്ചിട്ട് വേട. ആ സെയിം കാര്യമാണ് നിങ്ങൾ ഇന്നലെ ചെയ്തത്. ഒരാൾ താമസിക്കുന്ന അവരുടെ നാട്ടിൽ പോയി അവരെ കുറിച്ച് നിങ്ങൾ പറയുന്നു. ഇത് അവരുടെ സമാധാനപരമായ ഒരു ജീവിതം അവിടെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ട് അതിനു മുമ്പ് ചീത്തവിളി തുടങ്ങിയ ആളുകളിലേക്ക് നിങ്ങൾ ആദ്യം പോയില്ല? യുദ്ധത്തിൽ എപ്പോഴും സ്ട്രോങ് ആയവനെയാണ് ആദ്യം അടിക്കേണ്ടത്. എന്തുകൊണ്ട് അവിടേക്കൊന്നും നിങ്ങൾ പോകാതെ? ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു ന്യായമുണ്ടാകും, ഞങ്ങൾ പോകും. അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. ആദ്യം നിങ്ങൾ അടിക്കുമ്പോൾ ആദ്യം നിങ്ങൾ സ്ട്രോങ് ആയ ആളിനെ അടിക്കണം. ഇവിടെ എന്ന് പറയുന്നത് ഐമർ ചീത്ത വിളിക്കുന്ന ആളാണ്. ഈ കൂട്ടങ്ങളിലും ഇവരിലൊന്നും ഐമറിനെ തിരിച്ച് ചീത്ത വിളിച്ചിട്ടില്ലേ? ഐമറിന്റെ കുടുംബത്തിൽ കൈവച്ചിട്ടില്ലേ? ഇതില് ചീത്ത വിളിക്കുന്നത് ഐമറാണ്. ഐമറിന്റെ കെട്ടിയോൻ ഇതില് അപമാനപ്പെട്ടിട്ടില്ലേ? അവളുടെ മകൾ അപമാനപ്പെട്ടിട്ടില്ലേ? ഇതെല്ലാം തിരിച്ചും അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഈ ഐമർ എന്ന് പറയുന്ന ആള്. ഐമർ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 നിങ്ങളും നിങ്ങളുടെ കൂട്ടാളികളും തിരിച്ചും കൊടുത്തിട്ടുണ്ട്. ഐമർ 1 തന്നിട്ടുണ്ടെങ്കിൽ 9 നിങ്ങൾ തിരിച്ചും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ ചെയ്തത് അക്രമം, നിങ്ങൾ ഈ ചെയ്തത് മനുഷ്യത്വമില്ലായ്മ. അവളുടെ ഭർത്താവിനെയും മകളെയും പറയുന്ന ആൾക്കാരെ പിന്നീട് അവൾ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് വന്ന് അവരുടെ നാട്ടിൽ കൊണ്ടുപോയി അത് പ്രഹസിപ്പിക്കുമ്പോ ശരിക്ക് നിങ്ങളൊരു സ്ട്രോങ് ആയ വ്യക്തിനെയാണ് നിങ്ങൾ അടിച്ചിട്ടുള്ളത് എങ്കിൽ ഉറപ്പായും നിങ്ങളുടെ തെറിവിളികൾ വേറൊരു ടിവിയിൽ അവിടെ പ്രകടമാകുമായിരുന്നു, അവിടെ കാണിക്കുമായിരുന്നു. ഈ വീണ് കിടക്കുന്നവനെ അടിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. അതായത് ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇനി ഐമർ എന്ന് പറയുന്ന ഒരു പുള്ളി വരരുത്, യൂട്യൂബിൽ വരരുത്. അങ്ങനെയാണെങ്കിൽ ഐമറിനേക്കാൾ ഡേഞ്ചറായ ആളുകളും ഉണ്ട് മുത്തേ. നിങ്ങൾക്കത് അറിയാൻ പൊന്നെ. എന്നിട്ട് നിങ്ങൾ മനഃപൂർവ്വം ഇവിടെ അടിച്ചാൽ അവൾ വീഴുമെന്ന് നിങ്ങൾക്കറിയാം. ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ അവളുടെ ഭർത്താവും മകളും ഒക്കെ ഉള്ള നാട്ടിൽ നാളെ തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത തരത്തിൽ അവളെ നാണം കെടുത്തിയാൽ അവൾ നിശബ്ദയാകുമെന്ന് നിങ്ങൾക്കറിയാം. ഇതിനെ യുദ്ധമെന്നല്ല പറയുന്നത്, ഒളിപ്പോർ യുദ്ധം.
ഇതിന് പറയുന്ന പേര് ഒളിപ്പോർ യുദ്ധം എന്നാണ്. അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവർക്ക് പറയാനുള്ള അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട്, യൂട്യൂബ് മീഡിയയിൽ അവർക്ക് പറയാനുള്ള അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് നാണം കെടുത്തി ഇല്ലാതാക്കി. ഇനി അവർ മിണ്ടില്ലല്ലോ അല്ലേ? മുത്ത ഇതല്ല ചെയ്യേണ്ടിയിരുന്നത്. വീണ് കിടന്നവന്റെ കയ്യിലേക്ക് നിങ്ങൾ ആയുധം കൊടുത്തിട്ട് അടിക്കടി എന്ന് പറയണം, വെട്ടടി എന്ന് പറയണമായിരുന്നു. നിങ്ങൾ അതല്ല ചെയ്തത്. ഇതിനെക്കുറിച്ച് ആരെങ്കിലും ഒരാൾ സംസാരിക്കും എന്ന് കരുതി ഒരു ദിവസം മുഴുവൻ ഞാൻ വെയിറ്റ് ചെയ്തു. ഒരാൾ പോലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഒരാള് നമ്മുടെ കൺമുന്നിൽ, ശത്രുവാണെങ്കിൽ പോലും നമ്മുടെ കൺമുന്നിൽ സൂയിസൈഡ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോ പറയുന്നുണ്ട് ഇത് അഭിനയമാണ്, ഡ്രാമയാണ്. ആയിരുന്നില്ല എങ്കിലോ, അത് യഥാർത്ഥത്തിൽ അവർ അങ്ങനെ ഗുളിക കഴിച്ച് അവർ ഡെത്തായി പോയിട്ടുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ അപ്പോഴും പറയുന്നത് അതൊരു ഡ്രാമയാണ്. ആയിക്കോട്ടെ, ഡ്രാമ ആയിക്കോട്ടെ. ഒരാള് കൺമുന്നിൽ സൂയിസൈഡ് ചെയ്യുന്നു. മനുഷ്യനാണെങ്കിൽ എന്ത് ചെയ്യും? പക്ഷെ നിങ്ങളെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീതി ഉണ്ടായിട്ടില്ല. അപ്പൊ എന്ത് മനുഷ്യത്വമാണ് നിങ്ങൾ? എന്ത് മാനവികതയാണ് നിങ്ങള്? ഇതിനു മുമ്പ് ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എന്ത് മാനവികതയാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? നിങ്ങളൊരു അമ്മയെയും മകളെയും സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് രൂപീകരിക്കപ്പെട്ട ആ നിങ്ങളുടെ സംഘടന ഇന്ന് ചെയ്യുന്നത് അതിലും വലിയ ഗുണ്ടായിസമാണ്. അതായത് അവരെ നാണം കെടുത്തിക്കൊണ്ട്, അവരെ വായ അടച്ചുകൊണ്ട്, സംസാരിക്കാൻ പറയണം, സംസാരിച്ചുകൊണ്ടടിക്കണം. അതിനു പകരം നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഇതിൽ വിജയിച്ച് എന്നല്ല, നിങ്ങൾ ഇവിടെ തോറ്റുപോയി, നിങ്ങൾ ഇവിടെ തുന്നം പാടി എന്നേ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നിങ്ങൾ പോകുമെന്ന് പറഞ്ഞ, അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ ഐമർ മാത്രമല്ല തെറി വിളിക്കുന്ന സകല ആൾക്കാരെയും നിങ്ങൾ പൂട്ടണം. ഒരു ദിവസം രാവിലെ തുടങ്ങി ഒരു റൂമിന്റെ അകത്ത് കയറിയിരുന്ന് അമ്മമാരെയും മക്കളെയും ഒക്കെ തെറി വിളിക്കുന്ന സർവത്ര യൂട്യൂബിലുള്ള സർവ അപരാധികളെയും നിങ്ങൾ നിർത്തിക്കണം. അതാണ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു ലൂപ്പിനകത്ത് നിങ്ങൾ ക്യാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന, നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളുകളുടെ വായടയ്ക്കാൻ അവരുടെ ഫാമിലിയിൽ തൊട്ട് കളിക്കുന്നു, അവരുടെ കുടുംബത്തിൽ തൊട്ട് കളിക്കുന്നു, അവരുടെ നാട്ടിൽ വരെ കയറി അവരെ നാണം കെടുത്തി നിങ്ങൾ കളിക്കുന്നു. വായടയ്ക്കാൻ, അതായത് സംസാരിക്കരുത്, നിങ്ങൾക്കെതിരെ അവർ സംസാരിക്കരുത്. അവസരം കൊടുത്തുകൊണ്ടായിരിക്കണം അടിക്കേണ്ടത്. അവസരം കൊടുത്തുകൊണ്ട് അടിക്ക്. അയ്യേ, ഇത് വെറും ചീപ്പ് ഡ്രാമ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ചെയ്തത് കറക്റ്റ് തന്നെയാണ്. ചീത്ത വിളിക്കുന്ന സർവ്വ അപരാധികളെയും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇതെന്ന് പറയുന്നത്, നിങ്ങൾ ഏറ്റവും ദുർബലയായ ഒരാളിനെയാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്തത്. നിങ്ങൾ കൃത്യമായിട്ട് ബലമുള്ളവനെ അടിച്ചുകൊണ്ട് നിങ്ങൾ തുടങ്ങണമായിരുന്നു. ഇനി ചെയ്ത് കാണിക്ക്. എന്തായാലും ഇത്രയെങ്കിലും ഈ ഒരു കേസിൽ സംസാരിക്കാതെ പോയാൽ എൻ്റെ ഉള്ളിലെ മനുഷ്യത്വം, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ ഞാൻ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് മരിച്ചുപോയി എന്നായിപ്പോവും. അതുകൊണ്ട് ഇപ്പൊ ഐമർ ചെയ്തത് ശരി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആരായിരുന്നാലും മാതാപിതാക്കളെയും മക്കളെയും പറയുന്ന, നേർക്ക് നേരെ മുട്ടാൻ അറിയാത്തവർ മാതാപിതാക്കളെയും മക്കളെയും അതിൽ വലിച്ചഴയ്ക്കുന്നു. അവരെ അടിക്കേണ്ടത് അവരുടെ കുടുംബം തകർത്തുകൊണ്ടല്ല, നേർക്ക് നേർ മുട്ടുക, നേർക്ക് നേർ. ഈ പറയുന്ന നിങ്ങളുടെ അടുത്ത് നിന്ന മിനി എന്ന് പറയുന്ന ആ പുള്ളിക്കാരത്തി എത്രയോ തെറി വിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അയ്യോ, അത് തെറിയോ അല്ല വിളിക്കുന്നത്, ഒരു സന്ധ്യ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈവ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമുത്തുമണികളെ ഒരുമാതിരി എന്താണ് പറയാ, ചന്തയിൽ പോയതുപോലെ, നീ വാടി, നീ ഞാൻ കാണിച്ചു തരാട്ടി, നീ കൊല്ലടി, നീ ചാവടി, നീ അങ്ങനെ ആക്കടി, നീ ഇങ്ങനെ.
എന്ത് അന്തസ്സാണ്, എന്ത് എന്ത് കാര്യമാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ കൊടുക്കുന്നത്? വാടി പോടി താടി വരിയടി. എടാ, നമ്മളൊരു കാര്യത്തിനെ എതിർക്കുമ്പോൾ നമ്മൾ നീറ്റായിരിക്കണ്ടേ? ഇത് നിങ്ങൾ അതിനേക്കാൾ കൂതറകളായിട്ടാണ് നിങ്ങൾ അതിനെ പ്രതികരിക്കുന്നത്. ഇതെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതെങ്ങനെ നല്ലത് എന്ന് പറയാൻ വേണ്ടിയിട്ട്? ഒരിക്കലും നല്ലതല്ല, ഒരിക്കലും നല്ലതല്ല. അല്ലെങ്കിൽ അവളുടെ വീട്ടിൻ്റെ അകത്ത് കയറി 2 പറ്റിക്കണമായിരുന്നു. ഭയങ്കര മോശമായി പോയി, അത്രേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് എന്തോന്നറിയാമോ? ഇപ്പൊ ഐമറിന് കിട്ടിയത് ഒരു പാഠമാണ്. അതായത് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അവരെ പിന്നാലെ ചാടിക്കൊണ്ട് മറ്റുള്ളവരുടെ തോളിൽ ചെന്ന് കയറുമ്പോൾ ഇതുപോലുള്ള പണികൾ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ. നിങ്ങളെ രംഗത്തോട്ട് ഇറക്കി കളിപ്പിച്ച ഒരു പട്ടികളും വരൂല. മനസ്സിലായില്ലേ? ആ ഓർമ്മ നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. അത്രയോ.